ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പിടിക്കാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ജീപ്പാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്ന എഞ്ചിൻ ലൈറ്റോട് കൂടിയാണ് വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതേമാതിരി തന്നെ ഈ വാഹനത്തിന് എന്താണ് വന്നിരിക്കുന്ന ഫോൾട്ട് കോഡ്, അതേമാതിരി തന്നെ എന്താണ് നമ്മൾ റിപ്ലേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. വളരെ ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേമാതിരി തന്നെ ഈ വാഹനം ഒരു 6 സിലിണ്ടർ വാഹനമാണ്. അതേമാതിരി തന്നെ V6 ആണ്. അപ്പോൾ ഇതിൻ്റെ സിലിണ്ടറിൻ്റെ ലൊക്കേഷൻ, ഓരോ സിലിണ്ടറിൻ്റെ 1 ഏതാണ്, 2 ഏതാണ്, 3 ഏതാണെന്നുള്ളതൊക്കെ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇത് നിങ്ങളിപ്പോൾ കണ്ടല്ലോ, വാഹനം സ്റ്റാർട്ടിങ്ങിലാണ്. നിങ്ങൾക്ക് ചെക്ക് എഞ്ചിൻ ലൈറ്റ് മുകളിലായിട്ട് കത്തിക്കിടക്കുന്നതും കാണാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫോൾട്ട് നമ്മൾ റീഡ് ചെയ്ത് നോക്കി. അപ്പോൾ ഫോൾട്ട് റീഡ് ചെയ്ത സമയത്ത് നമ്പർ 3 സിലിണ്ടർ മിസ്ഫയറിങ്, അതേമാതിരി തന്നെ തെർമോസ്റ്റാറ്റിൻ്റെ ഒരു ഫോൾട്ടും കൂടിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിനുശേഷം ഇതിൻ്റെ സ്പാർക്ക് പ്ലഗും നമ്മൾ ഇഗ്നീഷൻ കോയിലും നമ്മൾ സ്വാപ്പ് ചെയ്തു. നമ്പർ 3 സ്വാപ്പ് ചെയ്തു. അപ്പോൾ സ്വാപ്പ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന ഫോൾട്ട് എന്ന് പറയുന്നത് നമ്പർ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ എന്താണ് സ്വാപ്പ് ചെയ്തിരിക്കുന്നത്, എക്സാക്ട്ലി ഈ ഫോൾട്ട് വരാൻ കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ അകത്ത് ഇഗ്നീഷൻ കോയിലാണ് ഫോൾട്ട് വന്നിരിക്കുന്നത്. നമ്പർ 1 ഇട്ടിരിക്കുന്ന ഇഗ്നീഷൻ കോയിൽ. അപ്പോൾ ഇഗ്നീഷൻ കോയിൽ ഇട്ടിരിക്കുന്നത് നമ്പർ 1 ഏതാണെന്നുള്ള പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവാറുണ്ട്. ഇപ്പം ജർമ്മൻ വാഹനങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന അവർക്കാണെങ്കിൽ ഈ അമേരിക്കൻ വാഹനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഇതിൻ്റെ അകത്ത് നമ്പർ 1 ഏതാണ്, നമ്പർ 2 ഏതാണെന്നൊക്കെ ഒരു ഡൗട്ട് കൂടുതലും വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഈ എൻജിൻ പല വാഹനങ്ങളിലും വരാറുണ്ട്. ഇപ്പോൾ അമേരിക്കൻ വാഹനങ്ങളിൽ തന്നെ ഡോഡ്ജിൽ വരാറുണ്ട്, ക്രൈസ്ലറിൽ വരാറുണ്ട്, അതേമാതിരി ജീപ്പിൽ വരാറുണ്ട്. അങ്ങനെ പല മോഡൽ വാഹനങ്ങളും ഇതേ സെയിം എൻജിൻ തന്നെ വരാറുണ്ട്. ഇവിടെ മറ്റൊരു ഡോഡ്ജും കൂടി ഉണ്ട്. ആ ഡോഡ്ജും കൂടി ഞാൻ കാണിച്ചു തരാം. ആ വാഹനം വന്നിരിക്കുന്നതിൻ്റെ ഓയിൽ ഫിൽട്ടർ ഹൗസിങ് ലീക്കായിട്ടാണ് ആ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഡോഡ്ജിൻ്റെ ചാർജറാണ്. ഇതേ സെയിം എൻജിൻ തന്നെയാണ് ഈ വാഹനത്തിലും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ സെയിം സിലിണ്ടറിൻ്റെ ലൊക്കേഷൻ നിങ്ങളെ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഈ കാണുന്ന ഞാൻ കൈയോട്ട് ഇത് നമ്പർ 1 സിലിണ്ടർ, ഇപ്പുറത്തേത് നമ്പർ 2, ഈ കാണുന്ന നമ്പർ 3, നമ്പർ 4, നമ്പർ 5, നമ്പർ 6. അങ്ങനെയാണ് ഇതിൻ്റെ സിലിണ്ടർ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന 2 കോയിലാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത്, നമ്പർ 1, നമ്പർ 3. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്താണ് ഫോൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്ന ഫസ്റ്റിലത്തെ നമ്പർ 1, ഇതിൻ്റെ തൊട്ടപ്പുറത്തെ നമ്പർ 3. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലുള്ള ഇത് ബാങ്ക് 1, ഇപ്പുറത്തേയുള്ള ബാങ്ക് 2. അപ്പോൾ നമുക്ക് അതേമാതിരി തന്നെ ഇതിൻ്റെ ഒരു സൈഡിലുള്ള ഇഗ്നീഷൻ കോയിൽ സ്പാർക്ക് പ്ലഗ് നമുക്ക് സിമ്പിളായിട്ട് ഊരാം. എന്നാൽ ഇപ്പുറത്തെ സൈഡിൽ ഊരണമെങ്കിൽ നമുക്ക് ഇൻടേക്ക് മാനിഫോൾഡ് അയക്കണം. ഇൻടേക്ക് മാനിഫോൾഡ് അയക്കാതെ ഇഗ്നീഷൻ കോയിലും സ്പാർക്ക് പ്ലഗ് ഒന്നും മാറാൻ സാധിക്കത്തില്ല. ഈ മോഡൽ വാഹനങ്ങൾക്ക് കോമൺ ആയിട്ട് കുറേ കംപ്ലയിൻറ്റ് വരാറുണ്ട്. എഞ്ചിൻ നോയ്സ് വരാറുണ്ട്, അതേമാതിരി തന്നെ സിലിണ്ടർ മിസ്ഫയറിങ്, ഇഞ്ചക്ടറിൻ്റെ ഫോൾട്ടി വരാറുണ്ട്, അതേമാതിരി തന്നെ തെർമോസ്റ്റാറ്റിൻ്റെ ഫോൾട്ടി വരാറുണ്ട്, ഓയിൽ ഫിൽട്ടർ ഹൗസിങ്ങിൻ്റെ ഫോൾട്ട് വരാറുണ്ട്. ഈ വാഹനത്തിൽ ഇവിടെ തെർമോസ്റ്റാറ്റൊക്കെ മാറണമെങ്കിൽ സിമ്പിളാണ്. ഇതിൻ്റെ അകത്തായിട്ടാണ് തെർമോസ്റ്റാറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഈ ഡോഡ്ജിൻ്റെ നമ്മൾ ഓയിൽ ഫിൽട്ടർ ഹൗസിംഗ് ആണ് നമ്മൾ മാറിയിട്ടുള്ളത്. കാരണം അത് ലീക്ക് വന്നിട്ട് മേജർ ലീക്ക് വന്നു. അപ്പോൾ അങ്ങനെ നമ്മളിത് പുതിയ ഓയിൽ ഫിൽട്ടർ ഹൗസിംഗ് നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ പഴയ ഓയിൽ ഫിൽട്ടർ ഹൗസിംഗ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ പാർട്ട് നമ്പർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഓയിൽ ഫിൽട്ടർ ഹൗസിംഗ്. ഇത് ഫുൾ സെറ്റായിട്ടാണ് വരുന്നത്, കൂളർ അടക്കമാണ് വരുന്നത്. നമ്മളിതിൻ്റെ നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവാറുണ്ട്, ഇതിൻ്റെ ഓറിങ് മാത്രം മാറിക്കഴിഞ്ഞാൽ ലീക്ക് നിൽക്കത്തില്ലേ എന്നൊക്കെ. അപ്പോൾ കോമൺ ആയിട്ട് ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് ഒടിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരും ഇതിൻ്റെ ഓറിങ് ആയിട്ട് മാറാറില്ല. ഇത് ഫുൾ സെറ്റോട് കൂടിയാണ് മാറാറ്. അപ്പോൾ നമ്മുടെ ജീപ്പിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ജീപ്പിൻ്റെ നമ്മൾ മാറിയിരിക്കുന്നത് ഒരു ഇഗ്നീഷൻ കോയിൽ മാത്രമേ നമ്മൾ മാറിയിട്ടുള്ളൂ. കാരണം അത് നമ്പർ 3 സിലിണ്ടറുള്ളത്. അതിനുശേഷം നമ്മൾ സ്പാർക്ക് പ്ലഗ്, കാരണം കസ്റ്റമർ വണ്ടി യൂസ്ഡ് മേടിച്ചതാണ്, അതിനുശേഷം സ്പാർക്ക് പ്ലഗോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴാണ് മാറിയതെന്ന് കസ്റ്റമറിന് അറിയാത്തതുകൊണ്ട് നമ്മളതിൻ്റെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ഫുള്ള് സെറ്റായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, എഞ്ചിൻ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലോ ജർമ്മൻ അമേരിക്കൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടിനായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല വീഡിയോ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ഇതേമാതിരി വർക്കൊക്കെ ചെയ്യുന്നവരാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് എങ്കിൽ അവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെടുന്ന എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.